ഉത്തരേന്ത്യയെ വലച്ച അതിതീവ്ര മഴ. ദില്ലിയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് കാരണം പലയിടത്തും ഗതാഗതം സ്തംഭിച്ചു. ഒഡീഷ, ജാർഖണ്ഡ്, ബംഗാൾ സംസ്ഥാനങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഉത്തരാഖണ്ഡിൽ അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. പ്രളയത്തെ തുടർന്ന് കേദാർനാഥ് യാത്ര തടസ്സപ്പെട്ടു. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബിൾ, ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി അത് അയവില്ലാതെ തുടരുകയാണ്. പലയിടത്തും കനത്ത മഴയാണ്. നാശനഷ്ടങ്ങൾ നിരവധിയാണ്. ദില്ലിയിൽ ഇതാ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ദില്ലിയിൽ ഇപ്പോൾ മഴയുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? കീർത്തന, വെരി ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായ മഴയാണെന്ന് നമുക്കറിയാം. എന്താണെങ്കിലും ദില്ലിയിൽ ഇന്നിപ്പോൾ രാവിലെ മഴ വിട്ടു നിൽക്കുകയാണ്. ഇന്നലെ വൈകിട്ടൊക്കെ വലിയ തരത്തിൽ ശക്തമായ മഴയാണ് പെയ്തത്. റെഡ് അലർട്ട് ഇന്നലെ ദില്ലിയിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് യെല്ലോ അലർട്ടിലേക്ക് മാറി എന്നത് ആശ്വാസമാണ്. നമ്മൾ ദില്ലിയിലെ പല താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ എന്താണെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരമൊക്കെ പെയ്ത മഴയിൽ ഉണ്ടായ വെള്ളക്കെട്ടാണ്. നിലവിൽ വെള്ളക്കെട്ട് വലിയ പ്രതിസന്ധി ഈ ഗതാഗത മേഖലയിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലെ ശക്തമായ മഴ പെയ്തപ്പോൾ പലയിടത്തും വെള്ളക്കെട്ട് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗതമൊക്കെ താറുമാറാവുകയും സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ദില്ലിയിൽ ഇന്നിപ്പോൾ യെല്ലോ അലർട്ടാണ് എന്നത് ആശ്വാസം നൽകുന്നുണ്ട്. അതേസമയം ദില്ലിക്ക് പുറത്ത് ഹരിയാനയിലൊക്കെ ഇന്നലെ ശക്തമായ മഴ പെയ്തു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അസം, അതോടൊപ്പം തന്നെ ഒഡീഷ സംസ്ഥാനം കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായ മഴയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളാണ്. അസമിൽ മഴ കുറഞ്ഞതോടെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം ഒഡീഷയിലും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. അതേസമയം ഇനിയിപ്പോൾ മഴ കനക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മഴ കനക്കാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല. മഴ കനക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ജാർഖണ്ഡ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഇടിമിന്നലിനടക്കം സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ മണ്ണിടിച്ചിലടക്കം തുടരുകയും ചെയ്യുന്നുണ്ട്. അളകനന്ദ, മന്ദാകിനി നദികൾ ഇപ്പോഴും അവിടെ കരകവിഞ്ഞ് തന്നെയാണ് ഒഴുകുന്നത്. അതോടൊപ്പം തന്നെ പലയിടത്തും റോഡുകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം. ഹിമാചൽ പ്രദേശിൽ സമാനമായി തന്നെ മണ്ണിടിച്ചിൽ മൂലം 100ഓളം റോഡുകൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നു എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഉത്തരേന്ത്യ സംസ്ഥാനം കഴിഞ്ഞ കുറേ ദിവസമായി തുടരുന്ന മഴ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദില്ലിയിൽ കഴിഞ്ഞ 2 ദിവസമായി മാത്രമാണ് മഴ എത്തിയത്. ഇന്നും ഇപ്പോൾ മഴയെക്കാളും ശക്തമാവുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വെള്ളക്കെട്ടടക്കം കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. താണെങ്കിൽ നിലവിൽ ഇത്തരത്തിൽ റോഡിന്റെ ചില സൈഡ് ഭാഗങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് ഇന്നിപ്പോൾ രാവിലെ അവശേഷിക്കുന്നത്. ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ മഴ വിട്ടു നിൽക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധിയും വിട്ടെങ്കിലും പക്ഷേ മഴ തുടരുകയാണ്. യെല്ലോ അലർട്ടുള്ള പശ്ചാത്തലത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ദില്ലിയിലും പ്രതിസന്ധികൾ ഉണ്ടായേക്കാം.